നമസ്കാരം. മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളോട് ആകാശ് ബ്രോ ഉണ്ട്. ബ്രോസ്കാണ് അവിടെ. വേൾഡ് കപ്പിന്റെ വഴിക്ക് പോകുന്നു. ബ്രോ, വേൾഡ് കപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ പറയാ, ഇനി ആകെ 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. ആരാണ് ഇപ്രാവശ്യത്തെ കറുത്ത കുതിരകൾ? ബ്രോയുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു ടീം ഉണ്ടോ, ഒരു ഫേവറേറ്റ് സൈറ്റ്, അല്ലെങ്കിൽ എനിബഡി കൻ വിൻ എന്നുള്ള സിറ്റുവേഷൻ ആണോ? ബ്രോ, കറുത്ത കുതിരകൾ ബ്രോ ഉദ്ദേശിച്ചത് അണ്ടർഡോഗ്സ് ആയിരിക്കും. എന്റെ അണ്ടർഡോഗ് പൊസിഷൻ ഇപ്പൊ കുറെ പേര് ജപ്പാൻ പറയുന്നുണ്ട്. ജപ്പാൻ നല്ല ടീമാണ്, കൊളംബിയൻ അണ്ടർഡോഗ് ആയിട്ട് പറയാൻ പറ്റുന്ന അറിയത്തില്ല. ഉറുഗ്വേ 2 വേൾഡ് കപ്പ് അടിച്ച ടീമാണ്, പക്ഷെ എന്നാൽ ഉറുഗ്വേ നമുക്ക് അണ്ടർഡോഗ് എന്നെങ്കിലും പറയാം. ഐ തിങ്ക് ഞാൻ നോക്കുന്ന 2 ടീമുകളാണ്. ഒന്ന് ഈ സെനഗലും മൊറോക്കോ ഒക്കെ റെഗുലർലി എല്ലാവരും ഹൈലി റേറ്റ് ചെയ്യുന്ന ടീംസ് ഒക്കെ തന്നെയാണ്. പക്ഷെ കീപ്പ് ആൻ ഐ ഓൺ 2 ടീംസ്. ഒന്ന് ഐവറി കോസ്റ്റ് ആണ്. ഐവറി കോസ്റ്റിന്റെ ടീമിനോട് നമ്മൾ നോക്കാനാണ് അത്യാവശ്യം നല്ലൊരു യങ്സ്റ്റേഴ്സിന്റെ നിലനിലുണ്ട് അവിടെ. അപ്രണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ അഡിങ്കര, പ്രീമിയർ ലീഗ് ഫോളോവേഴ്സ് അഡിങ്കര, ഗുസന്റെ, അമാദിയാലോ, അതുപോലെ നിക്കോളാസ് പെപ്പെ, എലിവാഹി, ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് യാൻ ഡിമോണ്ട്. ഇപ്പൊ PSG യും ലിവർപൂളും പുറകെ ഇറങ്ങുന്ന യാൻ ഡിമോണ്ട് എന്ന് പറയുന്ന ഒരു എക്സൈറ്റിംഗ് യങ്സ്റ്ററുണ്ട്. മിഡ്ഫീൽഡിൽ കെസ്സിയും നോട്ടിംഗം ഫോറസ്റ്റിന്റെ സങ്കാരയും അതുപോലെ തന്നെ സെക്കോഫാന പോർട്ടോയും ഉണ്ട്. ഡിഫൻസിൽ എൻഡിക്ക ഉണ്ട്, റോമയുടെ സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്ക്, ബാർസയായിട്ട് ലിങ്ക്സ് ഉള്ള എൻഡിക്ക. അതുപോലെ കൊസനോ എന്ന് പറയുന്ന അറ്റ്ലാന്റയുടെ കിടിലൻ സെന്റർ ബാക്ക് ഉണ്ട്. ആൻഡ് മൂന്നാമതായിട്ട് ഉസ്മാൻ ഡിമോണ്ടെ എന്ന് പറയുന്ന സ്പോർട്ടിങ്ങിന്റെ 22 വയസ്സാണ് എക്സൈറ്റിംഗ് സെന്റർ ബാക്ക് ഉണ്ട്. ഇവർ 3 പേരും 190 അബോ ആണ്. 3 പേർക്ക് 90% പാസിംഗ് ആക്യുറസിയുള്ള CBസും ആണ്. സോ കീപ്പ് ഓൺ ഐ ഓൺ ഐവറി കോസ്റ്റ്. മൈറ്റ് ബി എ ടീം ടു വാച്ച്. പക്ഷെ എന്റെ അണ്ടർഡോഗ്സ് ആരാന്ന് ചോദിച്ചാൽ അഥവാ എന്റെ ഇതെന്ന് വെച്ചാൽ ഇക്വഡോറാണ് എന്റെ ചൂസ്. സോ അതിന്റെ ആ പ്രട്ടി സ്ട്രോങ് ടീം. ഇപ്പം കൊണ്ടബോളിൽ സെക്കൻഡ് ആയിട്ടാണ് അവർ കയറിയത്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീന മാച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഷൂട്ട് ഔട്ടിലാണ് അർജന്റീന തോൽപ്പിച്ചത് ഇക്വഡോറിനെ. പക്ഷെ ആ മാച്ച് അർജന്റീന ഏറ്റവും സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ ഫൈനലിൽ കൊളംബിയക്കാളും സ്ട്രഗിൾ ചെയ്തൊരു മാച്ച് ആയിരുന്നു അത്. അവർ ക്ലിനിക്കലാവുകയാണ് അർജന്റീനയെ അവർ നോക്കൗട്ട് ചെയ്തേനെ. അവർ 8 ഗോളാണ് കൊണ്ടുപോൾ കാലിഫയർ 8 6 അങ്ങനെയാണ് ഗോൾ അവർ അപ്പടെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അവർ 14 ഗോൾ അങ്ങനെ സ്കോർ ചെയ്തിട്ടുള്ളൂ. ദേവം സ്കോർ ടു മച്ച്. പക്ഷെ അവര് 8 ഗോൾ 8 6 ഗോൾ അങ്ങനെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. സോ അവരുടെ ഡിഫൻസ് ഈസ് റിയലി സ്ട്രോങ്. കെൻഡ്രി പ്രൈസ്, അതുപോലെ തന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ കൈസിഡോ, ഇൻകാപ്യ, ധാരാളം പാച്ചോ, ധാരാളം എക്സൈറ്റിംഗ് പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. സോ ഇപ്പോഴും വലൻസിയ ആണ് ആ ടീമിന്റെ ലേഡി എന്നത് അപ്പുറണ്ട്. സോ കീപ്പ് ആൻ ഐ ഓൺ ഇക്വഡോർ ആണ് ഐവറി കോസ്റ്റ്. രസം എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരും സെയിം ഗ്രൂപ്പിലാണ് വിത്ത് ജർമ്മനി. സോ എന്റെ 2 നോക്കുന്ന ടീംസ് ഇവർ 2 പേരും. അതെ, നമ്മള് കുറെ കാലമായിട്ട് ഇംഗ്ലണ്ടിനെ ഫോളോ ചെയ്ത് വരികയാണ്. ഇംഗ്ലണ്ട് എല്ലാപ്പോഴും പേപ്പറിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായിരിക്കും. പക്ഷെ കളിക്കാൻ തുടങ്ങുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടുഷൽ വന്നിട്ടുണ്ട്, എന്തായിരിക്കും ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ PSG വേഴ്സസ് ആർസനൽ പറഞ്ഞ പോലെ ഒരു ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ ഒന്നും പ്രതീക്ഷിക്കേ വേണ്ട. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലോറിഡയിൽ വെച്ചുള്ള കളിയൊക്കെ നടക്കുമ്പോൾ ഫ്ലോറിഡ ഒക്കെ ഹ്യൂമിഡ് ആണ്. ഒരു 40-42 ഡിഗ്രീസ് ഒക്കെ ആയിരിക്കും. അത് മാത്രമല്ല, കളിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഓടിയാൽ തന്നെ പണി കിട്ടും. ഞാൻ അവിടെ പോയി കളിച്ചിട്ടുണ്ട്. നമുക്കൊരു ലോക്കൽ ടൂർണമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, കളിക്കാനേ പറ്റത്തില്ല. അത്രയ്ക്കും പീക്ക് ടെമ്പറേച്ചർ ആയിരിക്കും. ഹ്യൂമിഡ്, പീക്ക് ടെമ്പറേച്ചർ. അതുകൂടാതെ ഈ യൂറോപ്പിൽ നിന്ന് എസ്പെഷ്യലി കോൾഡ് കൺട്രീസ് നിന്നൊക്കെ വരുന്ന ആൾക്കാർ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്ന കണ്ടറിയണം. മെക്സിക്കോ, കാനഡ പിന്നെ ബെറ്റർ ആണ്. കാനഡ എനിക്ക് തോന്നുന്നു സ്കെഡ്യൂൾ ഉള്ള സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നല്ലതാണ്. മെക്സിക്കോ ഓക്കെ ആണ് കമ്പയർ ടു ഫ്ലോറിഡ ആ ഒരു ലൊക്കേഷനിൽ. ഈ 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നുള്ളത് 1-2 മാച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇഞ്ചുറി വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. ക്രാംസ്, ഇഞ്ചുറി, അങ്ങനത്തെ കാര്യങ്ങൾ. 2 എന്ന് പറയുന്നത് ഹൈ ഇന്റൻസിറ്റി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എനർജി ഒക്കെ പോയി. നോക്കാം, എങ്ങനെ കോപ്പപ്പ് ചെയ്ത് നോക്കാം. അതൊരു പ്രശ്നം തന്നെയാണ് ബ്രോ. ബ്രോയുടെ അഭിപ്രായത്തിൽ യൂറോപ്യൻ ടീംസ് ഇപ്പോ പോർച്ചുഗൽ, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഫ്രാൻസ്, ഇവർക്ക് എത്രത്തോളം ഒരു സാധ്യതയുണ്ട്? ഒരുപാട് ആൾക്കാർ പ്രതീക്ഷ കൊടുക്കുന്ന ടീമാണ്. ഓൺ പേപ്പർ അടിപൊളി ടീംസ് ആണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനത്തെ ഹൈ ഇന്റൻസിറ്റിയോടെ വരുന്ന ടീം പെർഫോം ചെയ്യുന്ന കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കോട്ട് പോകാറുണ്ട്. അല്ല, സ്ക്വാഡ് ഡെപ്ത് നമ്മൾ നോക്കാനാണെങ്കിൽ ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് ഈ 3 ടീമിന്റെ സ്ക്വാഡ് ഡെപ്തിന്റെ അത്ര സ്പെയിനിന്റെ ടീം അടിപൊളിയാണ്. സ്ക്വാഡ് ഡെപ്തിന്റെ കാര്യത്തിലുള്ള അവർ അറ്റാക്കിങ്ങിലാണെങ്കിലും ഓവറോൾ ടീം അടിപൊളിയാണ്. സ്പെയിനിന്റെ ഏറ്റവും ഒരു ക്ലബ് പോലെ കളിച്ചു വരുന്നത് സ്പെയിനാണ്. ഇപ്പൊ നമ്മൾ 2022 വേൾഡ് കപ്പ് ടു 2026 ഈ 4 ഇയർ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇൻഫോം ടീം സ്പെയിനാണ്. സ്പെയിനിലെ ഇപ്പൊ ക്വാളിഫിക്കേഷനും മറ്റുമൊക്കെ അവർ ആധികാരികമായി വമ്പൻ സ്കോറിംഗ് നടത്താറുണ്ട്. യൂറോസ് ജയിച്ചു. നമ്മൾ എല്ലാവരും അടിച്ചു നോക്കിയാണ് സ്പെയിൻ വരുന്നത്. പക്ഷെ സ്ക്വാഡ് സ്ട്രെങ്ത് നോക്കുമ്പോഴേക്കും ഫ്രാൻസ് അതിനെ
അതൊരു ഒന്നൊന്നര ടീമാണ്. നമ്മളെ ഫ്രണ്ട് അറ്റാക്ക് തന്നെ നോക്കും. രോഹിത് പറയേണ്ട ആവശ്യമില്ല. വാക്കിനെ സപ്ലി വെച്ച് മാത്രമായിരിക്കും അതിൽ മിക്കവരും കേട്ടിട്ടുള്ള നെയ്മാണ്. അത് ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം വേറെ ലെവല് പ്ലേയേഴ്സാണ്. ഇപ്പം ഡെമ്പലെ, എംബാപ്പെ, ഒലീസെ, ബർക്കോള, ഡെസറഡുവെ, തുറാം, മറ്റേറ്റേരെ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് സംതിങ് എൽസ് ആ ഒരു ടീം. മിഡ്ഫീൽഡ് നോക്ക്, കാന്റെ തിരിച്ചു വന്നു. കാന്റെ ഇപ്പം ഈ ഫ്രാൻസ് ഈസ് ലീഡിങ് 1-0 2-0. കാന്റെ, റാബിയോട്ട്, ചൗമിനി ആ മിഡ്ഫീൽഡ് 3 അങ്ങോട്ട് പുള്ളി ഇറക്കി വിടുവാണ്. ഇറ്റ്സ് പ്രട്ടി മച്ച് ലോക്ക് അല്ലേ. സോ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഫ്രാൻസ് ആണ്. ഉപ്പമക്കാനും സലീബയും കൊനാട്ടയൊക്കെ ഇറങ്ങുന്ന ബാക്ക് ലൈൻ, കുണ്ടയും ലൂക്കാസ് ഹെർണാണ്ടസും തിയോ ഹെർണാണ്ടസും ഒക്കെ ഇറങ്ങുന്ന ഫുൾ ബാക്ക് ലൈൻ, മൈക്ക് മാഗ്നൻ എന്ന് പറയുന്ന ഗോൾ കീപ്പർ എല്ലാം കൂടെ വന്നിട്ട് പ്രട്ടിമസ്റ്റായിരുന്നു. പക്ഷെ ഫുട്ബോൾ നമ്മൾ പറയുന്ന പോലെ അല്ല. നമ്മളിപ്പം വിചാരിക്കുന്നല്ലോ റോയ് പറഞ്ഞ പോലെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആവാം, അല്ലെ മേ ബി ഇന്ത്യയുടെ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ പ്ലേയേഴ്സ് ഫോം ഔട്ട് ആവാം. സോ ക്യാൻ ദേ പ്ലേ വെൽ എസ് എ ടീം? ഇപ്പം വേൾഡ് കപ്പ് വരുമ്പോഴേക്കും ഫ്രാൻസ് ആണല്ലോ അല്ലെ. എത്ര ഫോം ഔട്ട് ആയിട്ടാണ് അവരെ ടൂർണമെന്റിലോട്ട് വരുന്നതിനും ഫ്രാൻസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. സോ അവരുടെ സ്ക്വാഡ് അടിപൊളിയാണ്. സോ അതുപോലെ തന്നെയാണ് സ്പെയിന്റെ കാര്യം ഞാൻ പറയും. ഇപ്പൊ പലരുടെയും ഫേവറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സ്പെയിൻ ആണ്. കാരണം ദേ പ്ലേ റിയലി വെൽ എസ് എ ടീം. സ്പെയിന്റെ കാര്യത്തിൽ എനിക്ക് ആ പാടുള്ള ഒരു കൺഫ്യൂഷൻ, ക്യാൻ ദേ സ്കോർ ഗോൾസ്? മിക്കൽ വൈസർബാളിൽ എനിക്ക് ഹ്യൂജ് എക്സ്പെക്ടേഷൻ ഉണ്ടാണ്. ഫെറാൻ ടോറസ് സീസൺ എൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല ഫോമിലാണ്. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് നിക്കോ വില്യംസിന്റെ ഇഞ്ചുറി ഒരു വലിയ കൺസേൺ ആണ്. കാരണം കഴിഞ്ഞ യൂറോസിന് എമാലിന് തിളങ്ങാൻ പറ്റിയ ഒരു വേറെ സ്പെയിൻ അടിക്കാനായിട്ടുള്ള വൺ ഓഫ് ദ ഫാക്ടർ രണ്ട് വിങ്ങിയെന്നുള്ള ത്രെട്ടും കൊണ്ടാണ്. സോ ബാർസയ്ക്ക് അഗേൻസ്റ്റ് മിക്കപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ഇപ്പം യമാലിനെ അങ്ങ് പൂട്ടുവാണെങ്കിൽ അപ്പുറണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കാണാറുണ്ട്. അതുപോലെ അപ്പുറത്തുനിന്ന് നിക്കോ വില്യംസ് പിബ്ലിവി കാരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ പുള്ളിയുടെ സ്ഥാനത്ത് വിക്ടർ മുനോസോ അല്ല വേറെ ആരെങ്കിലും അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു വെർമിപ്പിനെ വല്ല സ്റ്റാർട്ട് ചെയ്യേണ്ട സിനാരി വരുവാണ്. ക്യാൻ ദേ സ്റ്റെപ്പ് അപ്പ്? അല്ല അലക്സ് ബേനിയൊക്കെ ആണെങ്കിൽ അത് ഗ്യാബിനെ പിടിച്ച് ലെഫ്റ്റ് ഇടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സ്പെയിൻ മിഡ്ഫീൽഡ് ഇസ് പ്രട്ടി മച്ച് സോർട്ടഡ് ഔട്ട്. റോഡ്രിയുടെ ഇഞ്ചറി ഒരു ചെറിയ കൺസേൺ ആണ്. മേ ബി സുബിമെൻഡി മൈറ്റ് ബി സ്റ്റാർട്ടിംഗ് ഇൻ ഗ്രൂപ്പ് സ്റ്റേജ് ഒരു ഫീലുണ്ട്. ഡിഫൻസിൽ കുബാർസി ആൻഡ് ലെപ്പോർട്ട് ആയിരിക്കും. ലെപ്പോർട്ട് മൈറ്റ് സ്റ്റാർട്ട്, അതോ എറിക് ഗാർഷ്യ ആയിരിക്കും, അതോ പ്യൂബിൾ ആയിരിക്കും? ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് കുക്കറയ, ഗ്രിമാൾഡോ, റൈറ്റ് ബാക്കിൽ ലോഹണ്ടൊക്കെ അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. നല്ല ഗോൾ കീപ്പേഴ്സും ഉണ്ട്, 3 നല്ല ഗോൾ കീപ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് ബ്രോ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ മാൻ. കഴിഞ്ഞ 2-3 വേൾഡ് കപ്പ് ആയിട്ട് പോർച്ചുഗലിന്റെ സ്ക്വാഡ് അടിപൊളിയാണ്. എസ്പെഷ്യലി ലാസ്റ്റ് വേൾഡ് കപ്പിലെ വൺ ഓഫ് ദ ടോപ്പ് 5 ഓർ ടോപ്പ് 3 സ്ക്വാഡ്സ് ആയിരുന്നു. ടീം നല്ല സ്ക്വാഡ്സ് ആണ്. ഈ വേൾഡ് കപ്പിലോട്ട് വരുമ്പോഴും ടോപ്പ് 3 സ്ക്വാഡ്സുമായിട്ടാണ് പോർച്ചുഗൽ വരുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ബട്ട് ക്യാൻ ദേ പ്ലേ വെൽ എസ് എ ടീം? അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ പോർച്ചുഗൽ എനിക്ക് ഇപ്പൊ ക്രിസ്ത്യാനോ സ്റ്റിൽ ഗോൾസിൽ ക്രിസ്ത്യാനോ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ പോർച്ചുഗലിൽ അത്ര പവർഫുൾ മിഡ്ഫീൽഡ് ഇപ്പൊ സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ നമ്മൾ പറയുമെങ്കിലും യൂറോപ്പിലെ ഏറ്റവും ഇൻഫോം മിഡ്ഫീൽഡ് പോർച്ചുഗലാണ്. ജാവനവസ്, വിറ്റീന, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, ന്യൂനോ മെൻഡസ് ലെഫ്റ്റ് ബാക്ക്. ആ 5 പേര് ഒന്നൊന്നര ഐറ്റമാണ് ഈ നമ്മൾ ഓരോ നോക്കുമ്പോഴേക്കും. സോ അവരൊന്ന് ജെല്ലിയുമാണ്. കൂടെ പുള്ളിയുടെ കോൺസിസ് ആവുകയും അല്ലെങ്കിൽ ട്രിൻകാവോ അല്ലെ റാഫേലിയാവോ, സെന്റർ ബാക്ക് കളിക്കുന്ന റൂബൻ നെവസ്, ഇനിയാഷ്യോ ആയിരിക്കാം, അല്ലെ വെയിഗറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കുറച്ച് പ്ലേയേഴ്സിനെ അല്ലാതെ എടുത്തിട്ടുണ്ട്. റയറ്റ് അവേഗനെ എടുത്തിട്ടുണ്ട്. തോമസ് അറോഹോ സെറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു യങ്സ്റ്ററാണ്. മത്തേസിന്റെ പെർഫോമൻസ് റൈറ്റ് ബാക്കിൽ അടിപൊളിയായിരുന്നു ഈ സീസൺ. ആൻഡ് ജോ ക്യാൻസലോ അടിപൊളി ഫോമിലാണ്. സോ ആൻഡ് ഡിയോ കോസ്റ്റ നല്ലൊരു കീപ്പറുണ്ട്. സോ പോർച്ചുഗലിൽ നമുക്ക് തള്ളി കളയാൻ പറ്റില്ല. പലരും പോർച്ചുഗലിനെ ഫേവറേറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. സോ പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ നമ്മുടെ ടെക്നിക്കൽ ആയിരിക്കും. ഈ 3 ടീംസാണ് യൂറോപ്പിലെ ഹോട്ടായിട്ട് പലരും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇംഗ്ലണ്ടിനെ അതിലോട്ട് ഇടാവോ എന്ന് ചോദിച്ചാൽ ഇടാൻ പറ്റും. ചോദിച്ച ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും. പക്ഷെ തോമസ് ടുഷൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കോച്ച് ക്യാൻ ദേ ഡു ഇറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്നോട് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തോമസ് ടുഷലിൽ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയും. കാരണം ആ ഡിഫൻസ് പ്രട്ടി മച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്രണ്ട് ഹാരിക്ക് എന്ന് പറയുന്ന ഗോൾ സ്കോർ ഉണ്ട്. മിഡ്ഫീൽഡ് ഏലിയൻ ആൻഡർസൺ, ഡെക്ലൻ റൈസ്, കോബി മൈറ്റ്സ്. ഇറ്റ്സ് എ സൂപ്പർ സ്റ്റാർ സ്ക്വാഡ്. ബട്ട് ദിസ് ക്യാൻ ദിസ് പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ്? ആ ഒരു പ്രഷർ മൊമെന്റ്സിൽ ക്യാൻ ദിസ് പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ യൂറോപ്യൻ ടീംസ് ആണ് നമ്മളിപ്പോ നോക്കുമ്പോഴേക്കും നെയിംസ് വൈസ് ഇവർ അർജന്റീനയുടെ ബ്രസീലിന്റെ സ്ക്വാഡ് വൈസ് ഒക്കെ നോക്കുവാണ്. അർജന്റീന ബ്രസീലിന്റെ സ്ക്വാഡ് നെയിംസ് ഈ യൂറോപ്പിൽ ഞാൻ പറഞ്ഞ പോർച്ചുഗൽ, സ്പെയിൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസുമായിട്ട് മുട്ടിനിക്കാൻ പറ്റുന്ന സ്ക്വാഡ് ഡെപ്ത് ഇല്ല. പക്ഷെ ദേ മൈറ്റ് പ്ലേ വെൽ ആസ് എ ടീം. സോ ഐ തിങ്ക് യൂറോപ്യൻ ടീമിന്റെ പവർ ഒന്നൊന്നര തന്നെയാണ് ഈ ടൂറിലുള്ളത്. ഇവിടെ ബ്രസീലും അർജന്റീനയുടെ കാര്യം ഡിഫൻഡിങ് ചാമ്പ്യന്മാരുണ്ട്. അവിടെ ബ്രസീലിന്റെ നോക്കിയാൽ അൻസലോട്ടി, അതായത് ഒരു നോൺ ബ്രസീലിയൻ കോച്ച് വന്നിട്ടുണ്ട്. നെയ്മർ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നു. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീലിന്റെ പല മാച്ചിൽ അവർ ഗോൾ വാങ്ങിക്കൂട്ടുന്നു. ഒരുപാട് മാച്ചിൽ തോറ്റ് ഉറുഗ്വേനൊക്കെ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അവര് എക്സിസ്റ്റിംഗ് കോച്ചിനെ ഫയർ ചെയ്ത് പുതിയ കോച്ചിനെ കൊണ്ടുവന്നു. പക്ഷെ പല ആൾക്കാർ ഇപ്പൊ ഒരു ഫേവറേറ്റ്സ് ആയിട്ടൊന്നും ബ്രസീലിനെ കാണുന്നില്ല. പക്ഷെ വി നെവർ നോ. ബ്രസീലിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വേൾഡ് കപ്പ് സ്റ്റേജിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹിസ്റ്ററി ഉള്ള ടീമാണ്. നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റും. അതുപോലത്തെ അർജന്റീനയുടെ കാര്യം
നമുക്ക് പലപ്പോഴും അറിയാം കഴിഞ്ഞ സീസണിലും പല ആൾക്കാരും സെമി ഫൈനൽ പുറത്താവെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവർ കപ്പടിച്ച ചരിത്രം നമ്മൾ കണ്ടതാണ്. അവിടെ അതേപോലെ തന്നെ കോച്ച് ഒന്നൊന്നര കോച്ചാണ്, പ്ലേയേഴ്സിന് അഡാപ്റ്റബിലിറ്റി ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഫാക്ടറും കൂടി വരുമ്പോൾ ഇവര് ഒരു ത്രെട്ടായിട്ട്, അതായത് ഡിഫെൻഡിങ് ഇപ്പൊ പല കോമ്പറ്റീഷനും ഡിഫെൻഡിങ് ചാമ്പ്യന്മാര് ജയിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടത്. PSG ജയിച്ചു, അതുപോലെ പല കപ്പുകളും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ജയിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വല്ലതും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ RCB, നമ്മുടെ ക്രിക്കറ്റ് ആരും പറയുന്ന RCB ജയിക്കുന്നു, അവിടെ PSG ജയിക്കുന്നു, ഇനിയിപ്പോ അർജന്റീന വന്നിട്ട് വീണ്ടും കപ്പടിക്കും ബ്രോ. അല്ല, അത് നമ്മൾ പൊതുവെ വേൾഡ് കപ്പിൽ കുറെ നാളായി ബാക്ക് ടു ബാക്ക് ഒരു വിന്നേഴ്സ് വന്നിട്ടല്ലേ. സോ ആഗ്രഹമുണ്ട്, അപ്പൊ അർജന്റീന പോകാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം ടീമില് ലയണൽ സ്കലോണിയിലാണ് ബ്രോ വിശ്വാസം. ഇപ്പം ബ്രോ ആ സ്ക്വാഡൊന്ന് നോക്കുവാണെങ്കിൽ നമ്മള് ബ്രോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിക്കോപാസ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള യങ്സ്റ്ററാണ്, വാലന്റീൻ ബാർക്കോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യങ്സ്റ്ററാണ്. മെസ്സിക്ക് 39 വയസ്സാവുന്നു, സ്റ്റിൽ ഈ നീഡ്സ് ടു ഡു ഹിസ് ജോബ്. അൽവാറസിൽ പ്രതീക്ഷയുണ്ട്, ലൗതാറോയിൽ പ്രതീക്ഷയുണ്ട് ഇപ്പം. ബട്ട് സ്റ്റിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ മൊളീനെ മോണ്ടിയാലും ആണ് ഇപ്പോഴും റൈറ്റ് ബാക്ക് ഓപ്ഷൻസ്. സെൻട്രൽ ബാക്കിൽ ഒട്ടമെൻഡി, മെദീന, റൊമേറോ, ലിസാൻഡ്രോ ഇഞ്ചറി പ്രോൺ ആണ്, അതൊരു വലിയ തലവേദനയുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ ഇപ്പോഴും 33 വയസ്സുള്ള ടാഗ്ലിഫിക്കുമാണ്. ഈ സീസണിലോട് വരുമ്പോഴും ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ പുള്ളിയുടെ ബാക്കപ്പ് മെദീനയാണ്. സോ ബ്രോ ഓവറോൾ നോക്കുമ്പോഴേക്കും കുറച്ച് മറ്റേ ടീമുകളുടെ സ്ക്വാഡ് വൈസ് നോക്കുമ്പോഴേക്കും ഒരു ഇഷ്യൂ ആണ്. ലാസ്റ്റ് വേൾഡ് കപ്പിലാണെങ്കിലും ബ്രോയ്ക്ക് ഓർമ്മയാണ്, യൂലിയൻ അൽവാറസും എൻസോ ഫെർണാണ്ടസും ഒക്കെ ആരാന്ന് പോലും ആ വേൾഡ് കപ്പിന് മുമ്പ് പലർക്കും അറിയത്തില്ല. യൂലിയൻ അൽവാറസ് സിറ്റിയിലോട് ജസ്റ്റ് വന്നിരുന്നു, പക്ഷെ ആ വേൾഡ് കപ്പിൽ പലരും സ്റ്റെപ്പ് ചെയ്തല്ലോ, പല യങ്സ്റ്റേഴ്സും സ്റ്റെപ്പ് ചെയ്തു. സോ അങ്ങനെ വാലന്റീൻ മാർക്കോ, നിക്കോപാസ് സ്റ്റെപ്പ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഈ വേൾഡ് കപ്പിൽ ഇഞ്ചറീസ് ഇറക്കുന്ന ഒരു ടീമാണ്. പരഡസ് ഫുള്ളി പിറ്റല്ല, മൊളീനെ മോണ്ടിയാലും രണ്ട് റൈറ്റ് ബാക്സ് ഇപ്പൊ പിറ്റായെന്ന് കേൾക്കുന്നു, പക്ഷെ അവർ രണ്ടുപേരും ഇഞ്ചറി ആണ്, സ്ട്രഗിൾ ചെയ്യുന്നു. സോ സ്കാലോണി എന്ന് പറയുന്ന കോച്ചിനാണ് ഒരു വിശ്വാസം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷത്തിൽ, കഴിഞ്ഞ കുറച്ച് റീസെന്റ് മാച്ചുകളിൽ ഒരു ടോപ്പ് ടീമിനെ അഗേൻസ്റ്റ് ഇപ്പൊ ഫ്രണ്ട്ലീസ് വന്നിട്ടില്ല. സോ അതും ജസ്റ്റ് എന്തുമാത്രം ടീമിന് പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്കാലോണിയിലാണ് ഫുൾ വിശ്വാസം. ആ ടീമിന് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ഇപ്പോഴും മെസ്സിയിൽ പ്രതീക്ഷ എല്ലാം ഉണ്ട്. പക്ഷെ മെസ്സി എന്ന് പറയുന്ന ആൾ ഫുൾ ബട്ടൺ ക്യാരി ചെയ്യാതെ മറ്റ് പ്ലേയേഴ്സ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് അണ്ടർ സ്കാലോണി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ സ്ക്വാഡ് വൈസ് നോക്കുവാണെങ്കിൽ അർജന്റീനൻ സ്ക്വാഡ് മറ്റ് പല നമ്മൾ ഈ പറഞ്ഞ യൂറോപ്യൻ ജയൻസ് പറഞ്ഞ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്ക്വാഡ് അല്ല. അത് ഇവൻ ലാസ്റ്റ് വേൾഡ് കപ്പിലെ അർജന്റീനയുടെ സ്ക്വാഡ് ബ്രോ നോക്കുവാണെങ്കിൽ പാപ്പോ ഗോമസോ അങ്ങനെയൊക്കെ പോലെ ആവറേജ് പ്ലേയേഴ്സിന്റെ ഒരു ഇതായിരുന്നു. കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ടോപ്പ് 5 സ്ക്വാഡുമായിട്ടല്ല ലാസ്റ്റ്, പക്ഷെ അവരടിച്ചു. സോ അവർ ടീമായി മാറി. ഒരു നല്ല സ്ക്വാഡും നല്ല ടീമും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ ക്രോയ്ക്ക് അറിയാം. സോ ക്രൊയേഷ്യ അതൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോഴും വേൾഡ് കപ്പ് വരുമ്പോൾ അവരൊരു ടോപ്പ് സ്ക്വാഡ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത സ്ക്വാഡാണ്, പക്ഷെ എന്നാലും നല്ല ടീമായ വേൾഡ് കപ്പിൽ മാറാറുണ്ട് എന്ന് പറയുന്നത്. സോ ഈ വേൾഡ് കപ്പിൽ അവരൊരു നല്ല ടീമായി സ്കലോണി അണ്ടർ മാറുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അതെനിക്ക് പറയാം. ലാസ്റ്റ് കോപ്പയിൽ ഇക്വഡോർ ആൻഡ് കൊളംബിയ മാച്ച് കുറച്ച് അറിയിപ്പിച്ചിരുന്നു ഉള്ള പറയാതെ. സോ ഈ ടൂർണമെന്റിലോട്ട് വരുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജില് ജോർദാൻ, ഓസ്ട്രിയ ആൻഡ് അൾജീരിയയുടെ ഓസ്ട്രിയ അത്യാവശ്യം നല്ല ഒപ്പണന്റ് ആണ്. ജോർദാൻ ഫസ്റ്റ് ടൈം കളിക്കുകയാണ്, അവരെങ്ങനെ വരുമെന്ന് അറിയത്തില്ല. സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബ്രസീലിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ബ്രോ കാർലോ ആൻസലോട്ടി ഈ ടൂർണമെന്റിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് മാനേജർ ആരാന്ന് ചോദിച്ചാൽ കാർലോ ആൻസലോട്ടി. ഇന്റർനാഷണൽ ലെവലല്ല, പക്ഷെ കപ്പ് എങ്ങനെ കപ്പ് കോമ്പറ്റീഷൻ എന്ത് ചെയ്യണമെന്ന് കാർലോ ആൻസലോട്ടി നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ ബ്രസീൽ ഒരു ഫേവറേറ്റ് അല്ലാതെ വരുന്ന ഒരു ടൂർണമെന്റ് എന്റെ ലൈഫ് ടൈമിൽ പ്രോബ്ലി വളരെ കുറവാണ്, ആദ്യമായിട്ടാണ്. സോ ഞാൻ നോക്കുമ്പോഴേക്കും അത് പ്രോബ്ലി നല്ല കാര്യമാവും. ഒരു അണ്ടർഡോഗ് കളിക്കാനായിട്ട് ആൻസലോട്ടി എക്സ്പേർട്ടാണ്. നമുക്കറിയാം മഡ്രിഡിലെ കാർലോ ആൻസലോട്ടി എപ്പോഴും അണ്ടർഡോഗ് കളിച്ച് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് കോമ്പറ്റീഷൻസിൽ. സോ അണ്ടർഡോഗ് കളിക്കാനായിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണെങ്കിൽ ബ്രസീൽ ഫാൻസ് ഇരിക്കുക. സോ അമിത പ്രതീക്ഷ ഇല്ലാത്തത് നല്ലതാണ്. പക്ഷേ ആ ടീമിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ബ്രോ. ഫുൾ ബാക്ക് ഏരിയ ഒരു ഇഷ്യൂ ആണ്. ഇബാനിസ് ഉണ്ട്. ഇപ്പൊ വെസ്ലി ഫ്രാങ്കോക്ക് റീസെന്റ് ഇഞ്ചറി പറ്റി പോയത് അടിയാണ്. ഇപ്പൊ ഒരു ഒഫൻസീവ് ഫുൾ ബാക്ക് ഓപ്ഷൻ ആയ കാർലോ ആൻസലോട്ടി റീസെന്റ് പുള്ളി ഒത്തിരി കളിക്കുന്നുണ്ടായിരുന്നു. പകരം എഡ്രസനെയാണ് മിഡ്ഫീൽഡിൽ എടുത്തത്. മിഡ്ഫീൽഡ് ഡെപ്ത് കൂട്ടിയത് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് കോൾ. പക്ഷെ നമ്മൾ ബാക്ക് നോക്കുമ്പോഴേക്കും ഇപ്പോഴും അലക്സാണ്ടറും ഡനീലോയും തന്നെയാണ് ഫുൾ ബാക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. ഡഗ്ലസ് ഉണ്ട്, പിന്നെ മറ്റേ സാന്റോസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ മാർക്കിനസ് ഉണ്ട്, ഗബ്രിയൽ ഉണ്ട്, ബ്രെമർ ഉണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത സെന്റർ ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. ബട്ട് ഫുൾ ബാക്ക് ഒരു ചെറിയ ഏരിയ ഓഫ് കൺസേൺ ആണ്. ഇബാനിസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. മിഡ്ഫീൽഡിൽ വെച്ച കസമീറോ, ബ്രൂണോ ഗിമാറസിനെ മാറ്റേണ്ട ആവശ്യം വരുവാണെങ്കിൽ ഇപ്പൊ ഏഡ്രസണോ അല്ലെങ്കിൽ സാന്റോസോ ഒക്കെ വരുവാണെങ്കിൽ ക്യാൻ ദേ സ്റ്റെപ്പ് അപ്പ്, ക്യാൻ ദേ ഫിൽ ദെയർ ബൂട്ട്സ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അറിയാലോ കസമീറോയ്ക്കും ബ്രൂണോ ഗിമാറസിനും ഫുൾ മിനിറ്റ്സ് കളിക്കാൻ പറ്റത്തില്ല, അവർ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് അപ്പുറണ്ട ഇസ് നെയ്മർ ഗോയിങ് ടു ബി എ സ്റ്റാർട്ടർ ഓർ ഈ കമ്മിങ് ഓഫ് ദ ബെഞ്ച്? അതിന്റെ ആൻസർ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം വിനീഷ്യസ് ജൂനിയർ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ബ്രസീലിനെ സ്ട്രെങ്ത് അറ്റാക്കാണ്. വിനി, റഫീന, മത്തേസ് കുൻഹ, പക്വേറ്റ, ഇഗോർ തിയാഗോ ആ അറ്റാക്ക് തന്നെയാണ് നമ്മൾ നോക്കാം. റയാൻ
അവരുടെ സ്ട്രെങ്ത്. സോ ദേ നീഡ് ടു സ്കോർ എ ലോട്ട് ഓഫ് ഗോൾസ് ആൻഡ് ഡിഫൻസീവ്ലി കോമ്പാക്ട് ആയി നിൽക്കേണ്ട ആവശ്യമുണ്ട്. സോ എപ്പോഴും വരുന്ന ഒരു ബ്രസീൽ സ്ക്വാഡ് സ്ട്രെങ്ത് ഇല്ല. പക്ഷേ ഈ പ്രാവശ്യം ബ്രസീലിന്റെ സാധാരണ ബ്രസീലിന്റെ സ്ക്വാഡാണ് അവരുടെ സ്ട്രെങ്ത്, പ്ലേയേഴ്സ് ആണ് അവരുടെ സ്ട്രെങ്ത്. പക്ഷെ ഈ വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ ബ്രസീലിന്റെ ബിഗസ്റ്റ് സ്ട്രെങ്ത് അവരുടെ കോച്ചാണ് കാർലോ ആൻസലോട്ടി. സോ വെയിറ്റ് ആൻഡ് സീ എന്താവുന്നത്. താങ്ക് യു ബ്രോ. അപ്പോ ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. ജാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഈ ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ ഉള്ളതിനെ കൊണ്ട് ഇപ്പൊ എസ്പെഷ്യലി കളി എങ്ങനെ നടക്കും എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം സൗത്ത് അമേരിക്കൻ ടീംസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്. സൗത്ത് അമേരിക്കൻ ടീംസിന്റെ ഒരു വലിയ ബേസ് തന്നെ പല US തന്നെ ഉണ്ട്. പക്ഷേ യൂറോപ്യൻ ടീംസിന് സപ്പോർട്ടേഴ്സ് ഉണ്ടാവുന്നുള്ള കാര്യം ഇറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്നുള്ള സിറ്റുവേഷൻ ആണ്. കാരണം വിസ ഇഷ്യൂ പ്രശ്നങ്ങളുണ്ട്. അല്ല, യൂറോപ്യൻ ഇഷ്യൂ അല്ലോ, എനിക്ക് തോന്നുന്നു ആഫ്രിക്ക ആൻഡ് ഏഷ്യൻ കോണ്ടിനെന്റ്സിലാണ് ഇഷ്യൂ. സോ യൂറോപ്പിന്റെ ട്രാവൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ട്രാവലേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ആഫ്രിക്കൻ കൺട്രീസിന് കുറവാണ്. പക്ഷേ സൗത്ത് അമേരിക്കൻ ടീംസിന് ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി മെക്സിക്കോ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ കൺട്രീസ് കളിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു 4th ജനറേഷൻ 5th ജനറേഷൻ ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ചില പോക്കറ്റ്സിൽ അവരൊക്കെ ട്രാവൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പണി കിട്ടാൻ പോകുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യ പസഫിക്കിലുള്ള ടീംസ്, അവരെ സപ്പോർട്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. പിന്നെ ഉള്ളത് പ്രശ്നം വരാൻ പോകുന്നത് ഈ ആഫ്രിക്കൻ കൺട്രീസിന് വരുന്ന സപ്പോർട്ടേഴ്സ്. ലെറ്റ്സ് സീ ബ്രോ. അതൊരു നോക്കിക്കാണുന്ന കാര്യം തന്നെയാണ്. എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അത് ഈ ലോകകപ്പിൽ സംതിങ് ഡിഫറെന്റ് എന്നുള്ളത് നമുക്ക് മാച്ച് തുടങ്ങിയാലേ പറയാൻ പറ്റൂ. അപ്പൊ താങ്ക് യു ബ്രോ ജോയിൻ ചെയ്തതിൽ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം.